നമസ്കാരം. +2 സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാ സ്റ്റുഡൻസിനെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസിനെ പറ്റിയും അതുപോലെ തന്നെ ഊജെനസിസിനുള്ള സ്വഭാവ സവിശേഷതകളെ പറ്റിയുമാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുവാനുള്ളത് റീപ്രൊഡക്റ്റീവ് സൈക്കിൾസിനെ പറ്റിയാണ്. റീപ്രൊഡക്റ്റീവ് സൈക്കിൾ രണ്ട് തരത്തിലാണുള്ളത്. നോൺ പ്രൈമേറ്റ് ഫീമെയിൽസിൽ കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ അറിയപ്പെടുന്ന പേര് ഈസ്ട്രസ് സൈക്കിൾ എന്നും, അതുപോലെ തന്നെ പ്രൈമേറ്റ് ഫീമെയിൽ കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ അറിയപ്പെടുന്ന പേര് മെൻസ്ട്രൽ സൈക്കിൾ എന്നുമാണ്. ആദ്യം നോൺ പ്രൈമേറ്റ് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആട്, പശു, പട്ടി, പന്നി അങ്ങനെയുള്ള മൃഗങ്ങളാണ് യഥാർത്ഥത്തിൽ നോൺ പ്രൈമേറ്റ് വിഭാഗത്തിൽ പെടുന്നത്. അവരുടെ ഫീമെയിൽസിൽ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ വിളിക്കുന്ന പേര് ഈസ്ട്രസ് സൈക്കിൾ എന്നും, എന്നാൽ പ്രൈമേറ്റ് ഫീമെയിൽസ് ആയിട്ടുള്ള മനുഷ്യർ, അതുപോലെ വിവിധ തരം മങ്കീസ്, ഒറാങ്, ഗൊറില്ല, ചിമ്പൻസി തുടങ്ങിയവയിൽ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ അറിയപ്പെടുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഇനി അതിൻ്റെ ഡെഫിനിഷൻസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ദ സൈക്ലിക്കൽ റിതമിക് ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്ടറസ് ആൻഡ് ഓവറി ഓഫ് നോൺ പ്രൈമേറ്റ് ഫീമെയിൽ. അതാണ് ഈസ്ട്രസ് സൈക്കിൾ. ഇവിടെ യൂട്രസിൽ നടക്കുന്ന ചേഞ്ചസ് ഒരു കുഞ്ഞിനെ സ്വീകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ആ യൂട്രസിനകത്തുണ്ടായ ചേഞ്ചസ് അവ ഒരിക്കലും ശരീരത്തിന് പുറത്തേക്ക് പുറന്തള്ളുകയില്ല. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് കവർട്ട് മെൻസ്ട്രേഷൻ എന്ന് പറയും. അതായത് ശരീരത്തിന് പുറത്തേക്ക് യൂട്രസിലുണ്ടായ ചേഞ്ചസ് പുറം തള്ളാത്ത തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് സൈക്കിളാണത്. എന്നാൽ മെൻസ്ട്രൽ സൈക്കിളിൽ അങ്ങനെയല്ല. ഓരോ മാസവും ഒരു സ്ത്രീ നോൺ പ്രൈമേറ്റ് ഫീമെയിലിൻ്റെ യൂട്രസിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് കുഞ്ഞുണ്ടായില്ലെങ്കിൽ ആ ചേഞ്ചസിനെ ഒരിക്കലും ശരീരത്തിനകത്തേക്ക് പുനരാഗിരണം ചെയ്യുകയില്ല. പകരം അതിനെ പുറത്തേക്ക് തള്ളും. അതിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രേഷൻ. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ സൈക്ലിക്കൽ റിതമിക് ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്രസ് ആൻഡ് ഓവറി ഓഫ് പ്രൈമേറ്റ് ഫീമെയിൽ. ഇവിടെ ഇതിനെ പൊതുവിൽ അറിയപ്പെടുന്ന പേര് ഓവർട്ട് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ യൂട്രസിനകത്തുണ്ടായ ചേഞ്ചസ് അത് കുഞ്ഞുണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ യൂട്രസിലേക്ക് കുഞ്ഞെത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണം എത്തിയില്ലെങ്കിൽ കൃത്യമായിട്ടും ഈ ചേഞ്ചസിനെ ശരീരം ഒരിക്കലും ആഗിരണം ചെയ്യില്ല, പുറത്തേക്ക് തള്ളും. അതാണ് ഓവർട്ട് മെൻസ്ട്രേഷൻ. ഇനി നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മനുഷ്യൻ്റെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ 28 ദിവസമാണ്. 28 ദിവസത്തിൻ്റെ ഒരു സൈക്കിൾ ആയിട്ടാണ് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നത്. മെൻസ്ട്രൽ സൈക്കിളിന് രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്: ഒവേറിയൻ സൈക്കിളും യൂട്ടറൈൻ സൈക്കിളും. ഒവേറിയൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ റിതമിക് സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ ദ ഓവറി. അതുപോലെ തന്നെ യൂട്ടറൈൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ റിതമിക് സൈക്ലിക്കൽ ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്ടറസ്. ഇനി ഒരു മനുഷ്യൻ്റെ മെൻസ്ട്രൽ സൈക്കിളിൽ, അതായത് ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിളിൽ 4 പ്രധാനപ്പെട്ട ഫേസുകളുണ്ട്, ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്ന് മെൻസ്ട്രൽ ഫേസ്, 2 ഫോളിക്കുലാർ അല്ലെങ്കിൽ പ്രൊളിഫറേറ്റീവ് ഫേസ്, 3 ഓവുലേറ്ററി ഫേസ്, 4 സെക്രീറ്ററി അഥവാ ലൂട്ടിയൽ ഫേസ്. നമുക്കിനി ഓരോ ഫേസിലും നടക്കുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് വിശാലമായി പരിശോധിച്ച് നോക്കാം. ഇവിടെ ആദ്യത്തെ, അതായത് ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ ഫേസാണ്. ഒരു മെൻസ്ട്രൽ ഫേസിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദ സൈക്കിൾ സ്റ്റാർട്ട് വിത്ത് മെൻസ്ട്രൽ ഫ്ലോ അല്ലെങ്കിൽ ബ്ലീഡിങ്. ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ 3 to 5 days. അതായത് ഒരു സ്ത്രീയുടെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ആരംഭിക്കുന്നത് ഒരു ബ്ലീഡിങ്ങോട് കൂടിയാണ്. ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് വിളിക്കുന്നത്. അതിന് ഇപ്പോൾ ബ്ലീഡിങ് വരുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ മെൻസ്ട്രൽ ബ്ലീഡിങ് വരുന്നു. അത് ചില സ്ത്രീകളിൽ 3 ദിവസം മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. എന്നാൽ ചില സ്ത്രീകളിൽ അത് 3 കഴിഞ്ഞിട്ട് 4 5 ദിവസം വരെ ഈ മെൻസ്ട്രൽ ബ്ലീഡിങ് നീണ്ടു നിൽക്കും.
ഇനി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ആൻഡ് ബ്ലഡ് വെസൽ ഓഫ് യൂട്രസ് ദാറ്റ് കം ഔട്ട് ത്രൂ ദ വജൈന. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്? ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി യൂട്രസിനകത്തുണ്ടായ ചേഞ്ചസ്, അത് കുഞ്ഞുണ്ടായില്ലെങ്കിൽ യൂട്രസ് പെട്ടെന്ന് ചുരുങ്ങുമ്പോൾ ഇതിനകത്തുണ്ടായ യൂട്രൈൻ എൻഡോമെട്രിയത്തിലുണ്ടായ ചേഞ്ചസ് അത് പുറത്തേക്ക് പുറന്തള്ളും ബ്ലീഡിങ്ങിൻ്റെ രൂപത്തിൽ. ഇനി ഈ അവസരത്തിൽ ഓവറിയിൽ എന്ത് സംഭവിക്കണം നമുക്ക് നോക്കാം. ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് ടേക്സ് പ്ലേസ് ഇൻ ഓവറി. ഓവറിക്കകത്ത് ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത് നടക്കും. അപ്പോൾ നമുക്ക് ഈ ചിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് യഥാർത്ഥത്തിൽ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ചിത്രമാണ്, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അതിൽ 4 ഘട്ടങ്ങൾ ഇവിടെ കാണാം. നോക്കാം. ഇത് ഏറ്റവും ആദ്യം 1 to 5 ഡേ, അതായത് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയും, മെൻസ്ട്രൽ ഫേസ് എന്ന് പറയും. ഇനി ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1 to 5 days ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി അതിന് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് യൂട്രൈൻ സൈക്കിളുണ്ട്, ഒവേറിയൻ സൈക്കിളുണ്ട്. അതായത് ഈ ഗ്രാഫിൽ ഈ മെൻസ്ട്രൽ ഫേസിൽ യൂട്രസിൽ നടക്കുന്ന ചേഞ്ചസും ഓവറിൽ നടക്കുന്ന ചേഞ്ചസും വിശാലമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. മെൻസ്ട്രൽ ഫേസിൽ യൂട്രസിനകത്ത് ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത് ബ്ലീഡിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ അതിന് മുകളിൽ ഒവേറിയൻ സൈക്കിളിൽ നോക്കാം, അവിടെ ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് നടക്കും. ഇനി നമുക്ക് തൊട്ടടുത്ത ഫേസിലേക്ക് കടക്കാം. ഫോളിക്കുലാർ ഓർ പ്രോളിഫറേറ്റീവ് ഫേസ്. ഈ ഫേസിന് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ ഫേസ് കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം 6 മുതൽ 13 ദിവസം വരെയാണ്. ഇവിടെ നടക്കുന്നത്, ഇവിടെയും നമുക്ക് ഇവിടെയും ഞാൻ ആ ചിത്രം വീണ്ടും കാണിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. മെൻസ്ട്രൽ ഫേസ് കഴിഞ്ഞിട്ട് അടുത്തത് ഫോളിക്കുലാർ ഓർ പ്രൊളിഫറേറ്റീവ് ഫേസ്, 6 മുതൽ 13 ദിവസം. ആദ്യം ഈ ഗ്രാഫിൽ തന്നെ കാണാം, തൊട്ട് മുകളിലെ യൂട്രൈൻ സൈക്കിളാണ്. യൂട്രസിനകത്ത് എന്ത് സംഭവിക്കണം നോക്കാം. അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ, ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് ടേക്സ് പ്ലേസ് ആൻഡ് ഫൈനലി ബിക്കം ഗ്രാഫിയൻ ഫോളിക്കിൾ. നോക്കാം, ആ ഒവേറിയൻ സൈക്കിളിൻ്റെ ഭാഗത്ത് ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾ നടക്കുന്നുണ്ട്. അത് ഫൈനലി ഗ്രാഫിയൻ ഫോളിക്കിളായി മാറും. അതായത് ഫോളിക്കുലാർ ഓർ പ്രൊളിഫറേറ്റീവ് ഫേസിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന ആ ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിക്കഴിയും. ഇനി ഗ്രോയിങ് ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ഈസ്ട്രജൻ. ആ ഗ്രോ ചെയ്യുന്ന ഫോളിക്കിൾസ് ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ആ ഹോർമോണിൻ്റെ പേര് ഈസ്ട്രജൻ എന്നാണ്. ആ ഈസ്ട്രജൻ്റെ പ്രസൻസ് കാരണം യൂട്ടറസിനകത്ത് വീണ്ടും പ്രോളിഫറേഷൻ ആരംഭിച്ചിരിക്കുന്നു. യൂട്ടറൈൻ എൻഡോമെട്രിയം അണ്ടർഗോ പ്രോളിഫറേഷൻ. ദ എൻഡോമെട്രിയം ഫൈനലി ബിക്കം സ്പോഞ്ചി ആൻഡ് വാസ്കുലാർ. കണ്ടോ, ആദ്യത്തെ മെൻസ്ട്രൽ ഫേസിനകത്ത് ആ പൊട്ടി ബ്ലീഡിങ് കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും എൻഡോമെട്രിയത്തിൽ അടുത്ത കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചേഞ്ചസ് ആരംഭിച്ചിരിക്കുകയാണ്. എൻഡോമെട്രിയം വീണ്ടും സ്പോഞ്ചിയും വാസ്കുലാറുമായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഫേസിലേക്ക് കടക്കാം. ഓവുലേറ്ററി ഫേസ്. ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഫേസാണ് ഓവുലേറ്ററി ഫേസ്. ഓവുലേഷൻ സാധാരണ രീതിയിൽ ഒരു സ്ത്രീയെ നടക്കുന്നത് 14ാമത്തെ ദിവസമാണ്. ദ ലെവൽ ഓഫ് LH ബിക്കം മാക്സിമം. അതിനെ വിളിക്കുന്ന പേര്, LH എന്ന് പറഞ്ഞാൽ ലൂട്ടണൈസിങ് ഹോർമോൺ. നമ്മുടെ രക്തത്തിലെ ലൂട്ടണൈസിങ് ഹോർമോണിൻ്റെ അളവ് മാക്സിമം ആകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് LH സർജ്. അത് ഓവുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് ഓവുലേഷൻ. ഓവുലേഷൻ ഈസ് ദ റിലീസിങ് ഓഫ് ഓവം ഫ്രം മെച്ചർ ഗ്രാഫിയൻ ഫോളിക്കിൾ. മെച്ചർ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നു. നേരത്തെ കാണിച്ച നമ്മൾ ഫോളിക്കുലാർ ഫേസിൻ്റെ അവസാന ഘട്ടത്തിൽ ആ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറിക്കഴിഞ്ഞിരുന്നു. അത് പൊട്ടുമ്പോൾ ഓവം ഓവിഡക്റ്റിലേക്ക് പോകുന്നു. ഇനി അത് ഏത് നിമിഷവും ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് ഒരു എംബ്രിയോ ആയിട്ട് യൂട്രസിലേക്ക് എത്തും. അതിനു വേണ്ടിയാണ് ഈ യൂട്രസ് സ്പോഞ്ചിയും വാസ്കുലാറുമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി ഈ സമയത്ത് നടക്കുന്ന മറ്റൊരു പ്രത്യേകത, ബോഡി ടെമ്പറേച്ചർ അല്പം ഇൻക്രീസ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് പീരീഡ് ഓഫ് ഹീറ്റ് എന്ന് പറയും. പീരീഡ് ഓഫ് ഹീറ്റ്. നെക്സ്റ്റ്, സെക്രീറ്ററി അഥവാ ലൂട്ടിയൽ ഫേസ്. ഇതിൻ്റെ ഡ്യൂറേഷൻ 15 മുതൽ 28 ദിവസം വരെയാണ്.
അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആദ്യം ഓവറിക്കകത്ത് സംഭവിക്കുന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം. ദ റെമനൻസ് ഓഫ് റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ ബിക്കം യെല്ലോ കളേർഡ് കോർപ്പസ് ലൂട്ടിയം. അതായത് നേരത്തെ പൊട്ടിപ്പോയ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ അവശിഷ്ടങ്ങൾ പെട്ടെന്ന് തന്നെ യെല്ലോ കളറിലുള്ള കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് മാറും. എന്നിട്ട് അത് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അതിൻ്റെ പേരാണ് ഈ പ്രൊജസ്റ്റീറോൺ. ഇനി പ്രൊജസ്റ്റീറോൺ ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് എൻഡോമെട്രിയൽ ചേഞ്ചസ് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി. കാര്യം ഈ പ്രൊളിഫറേറ്റീവ് ഫേസിലും തന്നെ നേരത്തെ എൻഡോമെട്രിയം നല്ല രീതിയിൽ സ്പോഞ്ചിയും വാസ്കുലാറുമായി മാറിയിരുന്നു. ആ എൻഡോമെട്രിയത്തിനെ ഇനി പ്രഗ്നൻസിയിൽ ഉടനീളം യഥാർത്ഥത്തിൽ അതേപടി നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ഒരു കുഞ്ഞിന് വളരെ സൗകര്യത്തോടു കൂടി യൂട്രസിനുള്ളിൽ കിടക്കുന്നതിന് അല്ലെങ്കിൽ വളരുന്നതിന് വേണ്ടിയാണ് യൂട്രൈൻ എൻഡോമെട്രിയം സ്പോഞ്ചിയും വാസ്കുലാറുമായി മാറിയിരിക്കുന്നത്. അപ്പം ആ ചേഞ്ചസ് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി നിലനിർത്തേണ്ട ആവശ്യകതയുണ്ട്. അതിന് സഹായിക്കുന്ന ഹോർമോൺ ഈ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്ന പ്രൊജസ്റ്റീറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണാം. ഇവിടെ ആ കോർപ്പസ് ലൂട്ടിയത്തിനെ നമുക്ക് യെല്ലോ കളറിൽ കാണാം. ഇനി ആ സമയത്ത് യൂട്രസിൽ നോക്കാം, യൂട്രൈൻ എൻഡോമെട്രിയം കണ്ട ആ റെഡ് കളറിൽ ചെറിയ അല്ലെങ്കിൽ റെഡ് കളറിൽ അത് അതേപടി യൂട്രൈൻ എൻഡോമെട്രിയം ചേഞ്ചസ് സ്പോഞ്ചിയും വാസ്കുലാറുമായി കട്ടി കൂടി ഇങ്ങനെ നിലനിൽക്കുന്ന കാണാം. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഇനി 28 ദിവസം വരെയും ഇങ്ങനെ യൂട്രൈൻ എൻഡോമെട്രിയം സ്പോഞ്ചി ആയിട്ട് മാറും. ഇനി ഇതിനകം തന്നെ ആ ഓവത്തിൽ നേരത്തെ ഓവുലേഷൻ സംഭവിച്ച് ഓവിഡക്റ്റിലേക്ക് പോയ ഓവത്തിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് അത് ഇംപ്ലാന്റേഷന് വേണ്ടി എത്തിയിരിക്കണം, യൂട്രസിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ ഭ്രൂണം യൂട്രസിലേക്ക് എത്തിയിരിക്കണം, എന്നാൽ മാത്രമേ പിന്നെ പ്രഗ്നൻസി തുടർന്നു പോകേണ്ടതുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം എല്ലാ അവസരങ്ങളിലും എല്ലാ സൈക്കിളിലും ഒരിക്കലും പ്രഗ്നൻസി ഒന്നും ഉണ്ടാകണമെന്നില്ല. കാര്യം അവിടെ മേറ്റിംഗ് നടന്ന് സ്പേം വന്നാൽ മാത്രമേ അവിടെ ഫെർട്ടിലൈസേഷനൊക്കെ ഒരു സാധ്യത വരുന്നുള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ട് അവിടെ മേറ്റിംഗ് ഒന്നും നടന്നില്ല എങ്കിൽ അല്ലെങ്കിൽ സ്പേം ഒന്നും എത്തിയില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇഫ് ഫെർട്ടിലൈസേഷൻ നോട്ട് ടേക്സ് പ്ലേസ്, ഫെർട്ടിലൈസേഷൻ സംഭവിച്ചില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം സ്റ്റോപ്സ് ദ സെക്രീഷൻ ഓഫ് പ്രൊജസ്റ്റീറോൺ. ആ പ്രൊജസ്റ്റീറോൺ സെക്രീഷൻ പരിപാടി കോർപ്പസ് ലൂട്ടിയം സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ബിക്കം എ വൈറ്റ് കളേർഡ് കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറഞ്ഞാൽ ആ യെല്ലോ കളറിലുള്ള കോർപ്പസ് ലൂട്ടിയം അതിൻ്റെ ഫങ്ഷൻ നിർത്തി, പ്രൊജസ്റ്റീറോൺ പ്രൊഡക്ഷൻ നിർത്തിയിട്ട് അത് യെല്ലോ കളറിൽ നിന്ന് മാറി വൈറ്റ് കളറിൽ, അതായത് ഫങ്ഷനൊന്നും ഇല്ലാതെ ചുരുങ്ങി ഒരു കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. അതിന് ചുരുക്കി പറഞ്ഞാൽ അവിടെ സംഭവിച്ചേക്കുന്നത് ആ പ്രഗ്നൻസി നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രൊജസ്റ്റീറോൺ ഇപ്പോൾ പ്രൊഡക്ഷൻ നിന്നിരിക്കുന്നു. ഇനി ഇൻ ദി ആബ്സെൻസ് ഓഫ് പ്രൊജസ്റ്റീറോൺ യൂട്ടറസ് കനോട്ട് മെയിൻറ്റെയിൻ ദ എൻഡോമെട്രിയൽ ചേഞ്ചസ്. ഈ എൻഡോമെട്രിയം സ്പോഞ്ചിയും വാസ്കുലാറുമായി മാറിയിരിക്കുകയാണ് ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി. ഇനി ആ ചേഞ്ചസ് അതേപടി നിലനിർത്തുവാൻ കഴിയില്ല. കാര്യം അത് നിലനിർത്തണമെങ്കിൽ പ്രൊജസ്റ്റീറോൺ ആവശ്യമാണ്. ഇപ്പോൾ പ്രൊജസ്റ്റീറോൺ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ യൂട്ടറസ് വിൽ അണ്ടർഗോ എ സഡൻ കോൺട്രാക്ഷൻ ലീഡ് ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയം. യൂട്രസ് പെട്ടെന്ന് തന്നെ ഒരു കോൺട്രാക്ഷന് വിധേയമാകും. അപ്പോൾ യൂട്രൈൻ എൻഡോമെട്രിയം ചുരുങ്ങും, അത് പൊട്ടും. ഇറ്റ് ലീഡ് ടു നെക്സ്റ്റ് മെൻസസ്. അതാണ് 28ാമത്തെ ദിവസം സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ഫേസുകളിൽ, അതായത് മെൻസ്ട്രൽ സൈക്കിളിൽ ഉള്ള ഹോർമോണുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനമായിട്ട് ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിളിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 4 തരത്തിലുള്ള ഹോർമോണാണ്. അതിൽ ഒന്ന് FSH അഥവാ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. മെൻസ്ട്രൽ സൈക്കിളിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ FSHൻ്റെ ആദ്യം മെൻസ്ട്രൽ ഫേസിൽ വളരെ കുറവ്. ഏറ്റവും മുകളിലുള്ള ആ ഒരു നീല നിറത്തിലുള്ള ലൈനാണ് FSHനെ കാണിക്കുന്നത്. അത് മെൻസ്ട്രൽ ഫേസിൽ കുറവ്. എന്നാൽ ഫോളിക്കുലാർ അല്ലെങ്കിൽ പ്രൊളിഫറേറ്റീവ് ഫേസിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ലെവൽ ഉയരുന്ന കാണാം. എന്നിട്ട്
ഓവുലേറ്ററി ഫേസിലും അത് ഉയർന്നിരിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ആ FSHൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് കാണാം. ആ ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് താഴ്ന്നു പോകുന്ന കാണാം. എന്നാൽ LH, രണ്ടാമത്തെ ഹോർമോണാണല്ലേ LH, ലൂട്ടനൈസിങ് ഹോർമോൺ. രക്തത്തിൽ ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെ അളവ് മെൻസ്ട്രൽ ഫേസിൽ കുറവായിരിക്കും, ഫോളിക്കുലാർ ഫേസിൽ വരുമ്പോഴത്തേക്കും കുറവായിരിക്കും. പക്ഷേ ഓവുലേഷൻ ഡേ, അതായത് 14ാമത്തെ ദിവസം LHൻ്റെ അളവ് വളരെയധികം ഉയരുന്നു, ഒരു പീക്ക് ഫോം ചെയ്യുന്നു. അതായത് ഏറ്റവും കൂടുതൽ അളവിലെത്തുന്നു രക്തത്തിൽ. അത് ആ രക്തത്തിൽ LHൻ്റെ അളവ് കൂടുതലെത്തുമ്പോഴാണ് ഗ്രാഫിൻ ഫോളിക്കിൾ പൊട്ടി ഓവുലേഷൻ നടക്കേണ്ടത്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ LHൻ്റെ അളവ് ഉയരുന്ന ആ പീക്ക് ഫോം ചെയ്യുന്ന അതിനെ നമ്മൾ ശാസ്ത്രീയമായി വിളിക്കുന്ന പേരാണ് LH സർജ്. പല ക്വസ്റ്റ്യനുകളിലും ചോദിച്ചിട്ടുള്ളതാണ്, വാട്ട് ഈസ് LH സർജ്? ഇത് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് LH അഥവാ ലൂട്ടനൈസിങ് ഹോർമോൺ അറ്റ് ദി ടൈം ഓഫ് ഓവുലേഷൻ, ദാറ്റ് ഈസ് കാൾഡ് LH സർജ്. അത് കഴിഞ്ഞിട്ട് LHൻ്റെ അളവ് വീണ്ടും കുറഞ്ഞു പോകുന്നത് നമുക്ക് ആ പീക്ക് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാം. നെക്സ്റ്റ്, ഈസ്ട്രജൻ. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്നത് ഗ്രോയിൻ ഫോളിക്കിൾസിൻ്റെ ഫോളിക്കിൾ സെൽസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാണ് ഈസ്ട്രജനാണ് രണ്ടാമത്തെ, അതായത് മൂന്നാമത്തെ വര, യൂട്രൈൻ സൈക്കിളിൻ്റെ മുകളിൽ കാണിച്ചേക്കുന്ന വര. അതിൽ നീല നിറത്തിലുള്ള ഒരു വര എഴുതിയിട്ടുണ്ട്. ആ വരയോട് ചേർന്ന് ഞാൻ ഈസ്ട്രജൻ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഈസ്ട്രജൻ്റെ അളവ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മെൻസ്ട്രൽ ഫേസിൽ വളരെ കുറവ്. എന്നാൽ ഫോളിക്കുലാർ ഫേസിൽ അതിൻ്റെ അളവ് ഉയരുന്ന കാണാം. ഫോളിക്കുലാർ ഫേസിൽ ഉടനീളം ഈസ്ട്രോജൻ്റെ അളവ് ഉയർന്നിരിക്കുന്നു. പിന്നീട് ഓവുലേറ്ററി ഫേസ് കഴിഞ്ഞ ശേഷം ഈസ്ട്രോജൻ്റെ അളവ് നോർമലിലേക്ക്, അതായത് ഏറ്റവും കുറയുന്നു. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ഹോർമോണാണ് പ്രൊജസ്റ്റീറോൺ. ഈ പ്രൊജസ്റ്റീറോണിൻ്റെ അളവ്, പ്രൊജസ്റ്റീറോൺ ഞാൻ യൂട്രൈൻ സൈക്കിൾ എന്നെഴുതിയതിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന കാണാം പ്രൊജസ്റ്റീറോൺ. ഈ പ്രൊജസ്റ്റീറോണിൻ്റെ അളവ് മെൻസ്ട്രൽ ഫേസിലും കുറവ്, ഫോളിക്കുലാർ ഫേസിലും കുറവ്. അല്ലേ, വര സ്ട്രൈറ്റ് ലൈനായിട്ടാണ് പോയേക്കുന്നത്. അതൊരു പിങ്ക്, ഒരു ഓറഞ്ച് കളറിലുള്ള ലൈനാണ്. അപ്പോൾ അത് ഫോളിക്കുലാർ ഫേസിലും കുറവ്, മെൻസ്ട്രൽ ഫേസിലും കുറവാണ്. പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞ ശേഷം, കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്ത ശേഷം അതിൻ്റെ ഉയർച്ച കാണാം. അതിനർത്ഥം പ്രൊജസ്റ്റീറോൺ ഈസ് ഇൻക്രീസ്ഡ് ഡ്യൂറിങ് ദ സെക്രീറ്ററി ഫേസ് ഓർ ലൂട്ടിയൽ ഫേസ്. കോർപ്പസ് ലൂട്ടിയമാണ് യഥാർത്ഥത്തിൽ പ്രൊജസ്റ്റീറോണെ ഉണ്ടാക്കുന്നത്. ആ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്ത ശേഷം മാത്രമേ പ്രൊജസ്റ്റീറോണിൻ്റെ അളവ് കൂടുകയുള്ളൂ. ഇനി നമുക്ക് ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിശാല മനസ്കതയോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ഓവറിക്കകത്ത് ഓവം ഫോം ചെയ്യുന്ന അവസരത്തിൽ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ആ സ്ത്രീയുടെ യൂട്രസിനകത്ത് ഇനി വരാൻ പോകുന്ന കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള മാറ്റങ്ങളും നടക്കും. യൂട്രസ് ബിക്കം സ്പോഞ്ചി ആൻഡ് വാസ്കുലാർ. എന്തിനു വേണ്ടിയാണ്? ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി. നമുക്കറിയാൻ പറ്റും, നമ്മളെ വീട്ടിലൊക്കെ തന്നെ ഒരു അതിഥി വരുന്ന അവസരത്തിൽ ഒരു അതിഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു സൽക്കാര മുറിയൊക്കെ നമ്മൾ വേണമെങ്കിൽ ഉണ്ടാക്കിയിടും. അതുപോലെ തന്നെ യൂട്രസ് ആ കുഞ്ഞിനെ ഒരു അതിഥിയായിട്ടാണ് കണക്കാക്കുന്നത്. ആ അതിഥിയായിട്ടുള്ള കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി യൂട്രസിൻ്റെ എൻഡോമെട്രിയം ഹൈലി സ്പോഞ്ചിയും വാസ്കുലാറും ഒക്കെ ആക്കി മാറ്റും. എന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്തിനാണ്? കുഞ്ഞ് വരും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യണം. അങ്ങനെ 28 ദിവസമായിട്ടും അതായത് ഫെർട്ടിലൈസേഷൻ നടന്ന് എംബ്രിയോ ഒന്നും ആയില്ലെങ്കിൽ ഉടനെ തന്നെ യൂട്രസിന് ഭയങ്കരമായ വിഷമമാകും. അപ്പോൾ പ്രധാനപ്പെട്ട ഫിസിയോളജിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഫെർട്ടിലൈസേഷൻ നടന്ന് കുഞ്ഞ് യൂട്രസിലേക്ക് എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എംബ്രിയോ യൂട്രസിലേക്ക് എത്തിയില്ലെങ്കിൽ ആ യൂട്രസിന് വിഷമം കൊണ്ട് പൊട്ടിക്കരയുന്നതാണ് യഥാർത്ഥത്തിൽ മെൻസ്ട്രേഷൻ എന്നാണ് ഒരു സാഹിത്യപരമായിട്ടുള്ള പറച്ചിൽ. ദ മെൻസ്ട്രേഷൻ ഈസ് ദ മെൻസസ് ഈസ് ദ വീപ്പിംഗ് ഓഫ് യൂട്രസിൻ്റെ കരച്ചിലാണ്. ഡ്യൂ ടു ദ ഡിസപ്പോയിൻമെൻറ്റ്, വിഷമം കൊണ്ട് യൂട്രസ് പൊട്ടിക്കരയുന്നതാണ് യഥാർത്ഥ മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് ഫിസിയോളജിസ്റ്റുകളുടെ ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് മെൻസ്ട്രൽ സൈക്കിളുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം മെനാർക്കി എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് മെൻസസ് ഇൻ ദ ലൈഫ് ഓഫ് എ ഗേൾ.
ഒരു പെൺകുട്ടിയുടെ ജീവിത ലൈഫ് സ്പാനിലെ ആദ്യത്തെ മെൻസസിനെ വിളിക്കുന്ന പേരാണ് മെനാർക്കി. ഇറ്റ് ഈസ് ദ ഫിസിക്കൽ സൈൻ ഓഫ് പ്യൂബർട്ടി. സെക്ഷൽ മെച്യൂരിറ്റിയുടെ ഒരു ഫിസിക്കൽ സൈനാണിത്. 2, മെനോപാസ്. ഒരു സ്ത്രീ 45 മുതൽ 50 വയസ്സ് 55 വയസ്സിന് എവിടെയെങ്കിലും വെച്ച് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പാകും. ഇതിനെ വിളിക്കുന്ന പേരാണ് മെനോപാസ്. പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോങ് ഒക്കെ പ്ലേ ചെയ്തിട്ട് തന്നെ പോസ് ചെയ്ത് നിർത്തൂലേ, അതേ മീനിങ്. മെനോപാസ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ പീരീഡ് സ്റ്റോപ്പ് അറ്റ് ദ ഏജ് ബിറ്റ്വീൻ 45 ആൻഡ് 55. അതിന് ശേഷമുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് മെനോപാസ് പീരീഡ്. ഇനി അമനോറിയ, അതായത് ഒരു സ്ത്രീയിൽ മെൻസസ് ഇല്ലാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അമനോറിയ, ദ ആബ്സെൻസ് ഓഫ് മെൻസസ്. അത് തന്നെ വിവിധ തരത്തിലുണ്ട്. അത് നമുക്ക് പേരുകൾ മാത്രം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 1, പ്രൈമറി അമനോറിയ. പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും 12, 13, 14 വയസ്സിൽ എവിടെയെങ്കിലും വെച്ചാണ് മെൻസസ് ആകുന്നത്. പക്ഷേ അതിന് ഡിലേ വരുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി അമനോറിയ, ഡിലേ ഇൻ മെനാർക്കി. ഇനി 2, സെക്കൻഡറി അമനോറിയ. അപ്പോൾ ചില പെൺകുട്ടികളാണെങ്കിൽ സാധാരണ 12, 13 വയസ്സ് 16 വയസ്സിലൊക്കെ അവർ മെൻസസ് ആവുകയും പക്ഷേ പിന്നീട് ആദ്യത്തെ മെൻസസിന് ശേഷം ഒരു 1, 2, 3 വർഷം പിന്നെ പീരീഡൊന്നും ഇല്ലാതിരിക്കുന്നൊരവസ്ഥ വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി അമനോറിയ. ആഫ്റ്റർ മെനാർക്കി സബ്സിക്വൻറ്റ് പീരീഡ്സ് വിൽ ബി നോട്ട് ഫൗണ്ട്. നെക്സ്റ്റ്, ഗസ്റ്റേഷണൽ അമനോറിയ. ഗസ്റ്റേഷണൽ അമനോറിയ എന്ന് പറഞ്ഞാൽ നോ പീരീഡ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ ഒരു സൈൻ തന്നെ പീരീഡ് ഇല്ലാതാകുന്നതാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ ഉടനീളം എന്ത് കാണത്തില്ല, പീരീഡ്സ് കാണത്തില്ല. ഇതാണ് ഗസ്റ്റേഷണൽ അമനോറിയ, ഗസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗർഭകാലത്തുണ്ടാകുന്ന അമനോറിയ. ഇനി ലാക്ടേഷണൽ അമനോറിയ. ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഒരു ആദ്യ 3 മാസങ്ങളിൽ മിക്കവാറും ഓവുലേഷനും കാണൂല, പീരീഡും കാണൂല. ഇതാണ് ലാക്ടേഷണൽ അമനോറിയ. നോ പീരീഡ്സ് ഡ്യൂറിങ് ദ ഇനിഷ്യൽ പീരീഡ് ഓഫ് ലാക്ടേഷൻ. ഇനി തെറാപ്യൂട്ടിക് അമനോറിയ. തെറാപ്യൂട്ടിക് അമനോറിയ എന്ന് പറഞ്ഞാൽ നോ പീരീഡ്സ് വെൻ വി ടേക്ക് സം മെഡിസിൻസ്. ചില പെൺകുട്ടികൾ ഏതെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മെഡിസിൻസ് കഴിക്കുന്ന അവസരത്തിൽ പീരീഡ്സ് കാണൂല. ഇതാണ് തെറാപ്യൂട്ടിക് അമനോറിയ. ഇനി ഇൻഡ്യൂസ്ഡ് അമനോറിയ. ഇൻഡ്യൂസ്ഡ് അമനോറിയ എന്ന് പറഞ്ഞാൽ ദ പീരീഡ്സ് ക്യാൻ ബി പോസ്റ്റ്പോൺ ബൈ മെഡിസിൻസ്. അതായത് ഇപ്പം നമ്മൾ പെൺകുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഇപ്പം ക്ഷേത്ര സന്ദർശനം, അതിനുവേണ്ടി 4-5 സ്ത്രീകൾ പോകുകയാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു സ്ത്രീയുടെ പീരീഡ്സ് ചിലപ്പം ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ അവർ മെഡിസിൻ കഴിച്ച് അതിനെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻഡ്യൂസ്ഡ് അമനോറിയ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് സേഫ് പീരീഡ്, എന്താണ് ഫർട്ടൈൽ പീരീഡ്. സേഫ് പീരീഡ് ആൻഡ് ഫർട്ടൈൽ പീരീഡ്. ആദ്യം നമുക്ക് ഫർട്ടൈൽ പീരീഡ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ചിത്രങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ, ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഒരു ചിത്രം വീണ്ടും നിങ്ങൾക്ക് ഓരോ ഫേസും മനസ്സിലാകുന്നതിന് വേണ്ടി അതിൻ്റെ കൂടെ ഞാൻ ഇട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ചിത്രങ്ങളും അത് ഒന്നാണ്. ഇവിടെ ഞാനൊരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. ഫെർട്ടൈൽ പീരീഡ് എന്നാണെന്ന് നോക്കാം. ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ മേറ്റിങ് ഇണം ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു സമയത്തെ ആ പീരീഡ്, അതാണ് ഫെർട്ടൈൽ പീരീഡ്. ഇപ്പം ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ അവർ ഒരു മെൻസ്ട്രൽ പീരീഡിലെ ഏതൊക്കെ ദിവസങ്ങളിൽ അവർ ബന്ധപ്പെടാം, ഇതാണ് ഫെർട്ടൈൽ പീരീഡ്. ഇനി ഒരു ദമ്പതിമാർ അവർക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എങ്കിൽ അവർ എന്നൊക്കെ ബന്ധപ്പെടണം, അതാണ് സേഫ് പീരീഡ്. ഇനി ഫെർട്ടൈൽ പീരീഡ് എന്നാണ് നമുക്ക് നോക്കാം. 14-നാണ് ഓവുലേഷൻ നടക്കുന്നത്. പക്ഷേ ഇതിൽ ചെറിയ വ്യത്യാസം വരും. ചില സ്ത്രീകൾക്ക് 12-നും 13-നും ഒക്കെ ഓവുലേഷൻ നടക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ട് നമ്മൾ നോക്കും. അതായത് ഒരു 11 മുതൽ, അതായത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 11-ാമത്തെ ദിവസം മുതൽ 11, 12, 13, 14, 15, 16, 17, 18, 19 ദിവസം, അതായത്
11 മുതൽ 19 വരെയുള്ള ദിവസമാണ് ഫെർട്ടൈൽ പീരീഡ്. അന്ന് ഈ ദിവസങ്ങളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഫെർട്ടൈൽ പീരീഡ്. ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു ഫെർട്ടൈൽ പീരീഡും 2 സേഫ് പീരീഡുമാണുള്ളത്. സേഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ലാത്ത പീരീഡ്. അതെപ്പോഴാണെന്ന് നോക്കിയാൽ മെൻസസ് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് 6, 7, 8 സേഫ് പീരീഡാണ്. അന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ്. അതുപോലെ തന്നെ 20 മുതൽ 28 ദിവസം വരെ അപ്പോഴും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് ഒരു മെൻസ്ട്രൽ പീരീഡിനെ സംബന്ധിച്ച് ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ സേഫ് പീരീഡും ഫെർട്ടൈൽ പീരീഡും. ഫാമിലി പ്ലാനിങ്ങിലൊക്കെ വളരെ പ്രാധാന്യമുള്ള പോയിന്റുകളാണ് ഈ ഫെർട്ടൈൽ പീരീഡും, ഒരു ഫെർട്ടൈൽ പീരീഡും 2 സേഫ് പീരീഡും. ഓവുലേഷന് മുമ്പ് ഒരു ചെറിയ സേഫ് പീരീഡ് ഉണ്ട്, അതായത് 6, 7, 8 ദിവസങ്ങൾ. 6, 7, 8, 9, 10 പറയാം. അത് ഒരു 4 ദിവസം. 6, 7, 8, 9, 10. അത് കഴിഞ്ഞാൽ പിന്നെ ഫെർട്ടൈൽ പീരീഡായി 11, 12 മുതൽ 19 വരെ. ഇനി 20 മുതൽ അടുത്ത മെൻസസ് വരെ 28 ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് മെൻസസ് വരെയാണ് സേഫ് പീരീഡ് നമ്പർ 2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.